അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലിഹിൽ അമീൻ. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അത് നിലനിർത്തൽ ഓരോ മുഅ്മിനായ മനുഷ്യനും ഏറെ നിർബന്ധമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ നിസ്കാരം നിലനിർത്തുമ്പോഴും വളരെ കൃത്യമായി നമ്മൾ നിസ്കാരം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുമ്പോഴും ആ നിസ്കാരത്തിന് 5 വക്ത് ഫർദ് നമസ്കാരത്തിന് നമ്മൾ നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാലോചിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ 5 വക്ത് ഫർദ് നമസ്കാരങ്ങൾക്ക് കൃത്യമായി സമയം കണ്ടെത്തുകയും ആ സമയങ്ങളിൽ നമ്മളത് നിർവഹിക്കുകയും ചെയ്യാറുണ്ട്. അതിന് നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന പുരുഷന്മാർക്ക് പ്രത്യേക പ്രതിഫലമുണ്ട്. പുരുഷൻ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോഴും വീട്ടിൻ്റെ അകത്തളത്ത് ഒരന്യപുരുഷൻ ഇടപെടാത്ത രീതിയിലുള്ള സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് നിസ്കരിച്ച് ആത്മീയ നിർവൃതി നേടുന്ന സ്ത്രീകൾക്കും പുരുഷനേക്കാളേറെ പ്രതിഫലം നേടാനുള്ള അവസരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരിൽ വിവാഹം കഴിഞ്ഞ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിസ്കാരങ്ങൾക്കും 70 ഇരട്ടി പ്രതിഫലം, സാധാരണ നിസ്കരിക്കുന്നതിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന, അതിന് സബബാകുന്ന ചില അവസരങ്ങളുണ്ട്. അത്തരത്തിലൊരു അവസരത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു ഭർത്താവ്, വിവാഹം കഴിഞ്ഞ ഒരു ഭർത്താവ്, ആ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ട എല്ലാ ഗുണങ്ങളും വളരെ കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നുണ്ട് എന്നുറപ്പാണ്. അങ്ങനെ ആ ഭർത്താവിന് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ശാരീരികവും മാനസികവുമായി തൃപ്തിപ്പെടുത്തലിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിവാഹം കഴിക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള അവർക്ക് സൗകര്യപ്രദമായ പാർപ്പിട സൗകര്യം, അവർക്കാവശ്യമായ ഭക്ഷണം, അവർക്കാവശ്യമായ വസ്ത്രങ്ങൾ, അവർക്കാവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചത് നീ ധരിക്കുന്നെങ്കിൽ അവളെ ധരിപ്പിക്കണം, നീ കഴിക്കുമ്പോൾ അവളെ കഴിപ്പിക്കണം, നീ ഉറങ്ങുമ്പോൾ അതിനുള്ള സൗകര്യം അവൾക്കും ചെയ്തു കൊടുക്കണം. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ച് ഒരു ഭാര്യയെ നിയന്ത്രിക്കാനും ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിയുന്ന ഒരാൾക്ക്, അങ്ങനെയുള്ള ഒരാൾ, ഭാര്യ അയാളിൽ തൃപ്തിയുള്ള ആളാണെങ്കിൽ അയാളുടെ നിസ്കാരങ്ങൾക്ക് 70 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാഠമാണിത്. പല ആളുകളും ഇന്ന് ലിവിങ് ടുഗദർ റിലേഷൻ എന്ന് പറഞ്ഞ് അന്യ സ്ത്രീയുമായി ബന്ധം സ്ഥാപിക്കുകയും സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷന് കിട്ടേണ്ടതൊക്കെ അവളിൽ നിന്ന് സാധിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, കുടുംബം എന്ന രീതിയിൽ ഹലാലായ ബന്ധം നിലനിർത്തി അതിലൂടെ ഇസ്ലാം നൽകുന്ന വലിയ വിശാലമായ സാധ്യതകളെ മനസ്സിലാക്കി ആ രീതിയിൽ വളരാൻ കഴിയുന്നു എന്നുള്ളത്. അല്ലാഹു തആല അത്തരത്തിൽ നല്ല കുടുംബ ബന്ധം, നല്ല രീതിയിൽ കുടുംബം കെട്ടിപ്പടുത്ത് ആത്മീയമായ നിർവൃതിയുള്ള ഭൗതികമായ സൗകര്യങ്ങളോടെ ജീവിച്ച് ആത്മീയതയിലെത്തുമ്പോൾ വലിയ ഉന്നമനം നേടാൻ കഴിയുന്ന കുടുംബമായി, ഭാര്യയായി, ഭർത്താവായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.